എല്ലാവർക്കും UK Energy Zoneൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ബിൻ കാർഡ് അഥവാ സ്റ്റോഴ്സ് കാർഡ് എന്നുള്ളത്. ഓൾറെഡി കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം അതുപോലെ തന്നെ തിയറിയും ഒക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, പിന്നീട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ തന്നെ പ്രോസസ് അക്കൗണ്ടിങ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ നിങ്ങൾക്ക് ചാനലിലൂടെ കാണാവുന്നതാണ്. പ്ലേലിസ്റ്റിനകത്ത് കയറിയാൽ ഓരോ ക്ലാസ്സിലും ഓർഡറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എല്ലാ ദിവസവും ചാനലിലൂടെ കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരമാവുന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ബിൻ കാർഡ് അഥവാ സ്റ്റോഴ്സ് കാർഡ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിനകത്ത് സ്റ്റോഴ്സ് ലെഡ്ജർ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോഴ്സ് ലെഡ്ജർ എന്നുള്ള കാര്യം അതിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബിൻ കാർഡ് അഥവാ സ്റ്റോഴ്സ് കാർഡ് എന്നുള്ളത്, ആദ്യം ബിൻ കാർഡ് പറയുന്നതിന് മുൻപ് എന്താണ് ബിൻ എന്ന് മനസ്സിലാക്കുക. ബിൻ സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണത്. ബിൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു റാക്ക്, അതിനെയാണ് ബിൻ എന്ന് വിളിക്കുന്നത്. റാക്ക് നമുക്കറിയില്ല, റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു റാക്ക് അല്ലെങ്കിൽ ഒരു പ്ലേസ് ഓർ റാക്കിനെയാണ്, മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് ഓർ റാക്കിനെയാണ് എന്ന് പറയുന്നത് ബിന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ബിൻ എന്നുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കാർഡ് അറ്റാച്ച്ഡ് ടു ബിൻ. അതായത് ബിന്നിലെ സ്റ്റോക്കിൻ്റെ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ബിന്നിന് കാർഡ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബിൻ കാർഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബിൻ കാർഡിൻ്റെ വേറൊരു പേരാണത് സ്റ്റോഴ്സ് കാർഡ് എന്നുള്ളത്. എന്താണ്? സ്റ്റോഴ്സ് കാർഡ് എന്നാണ് ബിൻ കാർഡിൻ്റെ വേറൊരു പേര് എന്നുള്ളത്. അപ്പോൾ ഈ ബിൻ കാർഡിനകത്ത് എങ്ങനെയാണ് ഉണ്ടാവുക? മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നത്, മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നതിൻ്റെ മെറ്റീരിയൽ നമ്മളവിടെ എഴുതി വെക്കും. ഡേറ്റ് എഴുതും. ഡേറ്റിൻ്റെ ഓർഡറിനകത്ത് മെറ്റീരിയൽ എന്താണ് റിസീവ് ചെയ്തിട്ടുള്ളത് നമ്മൾ അവിടെ എഴുതുന്നു. അതുപോലെ തന്നെ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് റെക്കോർഡ് ചെയ്യും. ഇപ്പോൾ ഒരു 400 മെറ്റീരിയലാണ് നമ്മൾക്ക് റിസീവ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡേറ്റ് എഴുതി 1 ജനുവരി 400 മെറ്റീരിയൽ നമ്മൾക്ക് എന്ത് ചെയ്ത് നമ്പറൊക്കെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് എഴുതുന്നു. പിന്നീട് നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള വാല്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനകത്തേക്ക് എഴുതുന്നു. അത്രയാണ് ഇഷ്യൂ. ഇപ്പോൾ 400 യൂണിറ്റ് നമ്മൾ മെറ്റീരിയൽ എന്നുള്ള റിസീവ് ചെയ്തു, അതിലെ 100 യൂണിറ്റ് എന്നുള്ളത് ഇഷ്യൂ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഇപ്പോൾ ജനുവരി 3-ന് 100 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും? ഏത് സമയം വേണമെങ്കിലും നമുക്ക് ബാലൻസ് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ബാലൻസ് അറ്റ് എനി ടൈമാണ്. അപ്പോൾ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നതാണ് മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിസീപ്റ്റ്, ഇഷ്യൂ, ബാലൻസ് എന്നുള്ളതാണ്. ഫോർമാറ്റുണ്ട്, നമുക്ക് പറയാം. ഇത് ആദ്യം അതിൻ്റെ കുറച്ച് തിയറി പറഞ്ഞിട്ട് ഈ ഫോർമാറ്റ് എന്നുള്ള എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. റിസീപ്റ്റ് ഉണ്ട്, ഇഷ്യൂ ഉണ്ട്, ബാലൻസ് ഉണ്ട്. ഇതാണ് മെറ്റീരിയൽ സ്റ്റോറിനകത്തുള്ള മെയിനുള്ള കാര്യം എന്നല്ല. അപ്പോൾ ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് റെക്കോർഡാണ്. കാരണം ക്വാണ്ടിറ്റി ആണല്ലോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റെക്കോർഡാണത്. എത്ര മെറ്റീരിയൽ എണ്ണമാണ് നമ്മളിത് അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് ഇതൊരു കാർഡാണ്. അപ്പോൾ അതിനകത്ത് വേറെ കുറേ ഡീറ്റെയിൽസ് കൂടി നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തൊക്കെ എഴുതി വെക്കുന്നു. ഉദാഹരണത്തിന് എന്താണ് ഇതിനകത്ത് മാക്സിമം ലെവൽ എത്രയാണ്, മാക്സിമം എത്രയാണ് ലെവൽ, മിനിമം ലെവൽ എത്രയാണ്, റീഓർഡർ ലെവൽ എത്രയാണ്, ഇതെല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ പ്രോബ്ലമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മാക്സിമം ലെവൽ എത്രയാണ്, മിനിമം ലെവൽ എത്രയാണ്, റീഓർഡർ ലെവൽ എത്രയാണ്, റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്, അവിടെ തന്നെ സ്റ്റോറിൻ്റെ കോഡ് നമ്പർ, പിന്നെ എന്തെങ്കിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ ആദ്യം എഴുതിയിട്ടുണ്ടാവും. പിന്നെ എന്താണ് റെസിപ്റ്റ്, ഇഷ്യൂ, പിന്നെ എന്താണ് ബാലൻസ്, ഇതൊക്കെ അതിനകത്തേക്ക് എഴുതി വെക്കുന്നു. ഓക്കെ, ഇത് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? കാരണം സ്റ്റോർ കാർഡ് എന്നാണ് ഇതിന് വേറൊരു പേരെന്നല്ല. അപ്പോൾ നമുക്കതിനെ കണക്ട് ചെയ്തിട്ട് ഓർമ്മിപ്പിക്കാം. അതായത് സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടിയാണ് ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ആ ഡ്യൂട്ടിയാണ് സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ബിൻ കാർഡിനെ പോലെ തന്നെ വേറൊന്നും കൂടി ഉണ്ട്, നമുക്ക് പറയാം. ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഡ്യൂട്ടിയാണ് സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അദ്ദേഹമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഉത്തരം പറയാനുള്ള അധികാരി ആരാണ്? സ്റ്റോഴ്സ് കീപ്പറാണ്. അതായത് ആക്ച്വൽ മെറ്റീരിയലും ബിൻ കാർഡിനകത്തുള്ള മെറ്റീരിയലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, ആക്ച്വലി ഇപ്പോൾ ഒരു 400 ബിൻ കാർഡിനകത്ത് പക്ഷേ 350 ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിഫറൻസ് വന്നു എന്നുള്ളതിൻ്റെ ആൻസർ പറയാനുള്ള ഉത്തരവാദി ആരാണ്? സ്റ്റോർ കീപ്പറുടെ
ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇതിങ്ങൾ ചെയ്യുന്നത് വഴി ഇതിൻ്റെ ഗുണം എന്താണ്? കാരണം സ്റ്റോക്കിൻ്റെ പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ബാലൻസ് കൃത്യമായിട്ട് ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബാലൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റോർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പത്തിൽ സഹായിക്കുന്നത്. പിന്നീട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊസിഷനൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സാധ്യമാകുന്നതാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഒരു ഫോർമാറ്റിൽ എഴുതിയിട്ടുള്ളത്. അത് ബിൻ കാർഡിൻ്റെ ഫോർമാറ്റാണ് ഇതെന്ന് പറഞ്ഞാൽ ആദ്യം ബിൻ നമ്പർ എഴുതും. എന്നാണ് ഇപ്പോൾ ഒരു 20-25 ബിൻ നമ്പർ ഉണ്ടാകും. പിന്നെ സ്റ്റോർ ലെഡ്ജർ ഫോളിയോ നമ്പർ ഇവിടെ എഴുതും. സ്റ്റോറിൻ്റെ കോഡ് നമ്പർ ഇവിടെ എഴുതും. ഇതൊക്കെ ആ മെറ്റീരിയലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷനാണ്. പിന്നീട് മാക്സിമം ലെവൽ എത്രയാണെന്ന് വെച്ചാൽ മാക്സിമം ലെവൽ എന്നുള്ളത് നമ്മളിവിടെ എഴുതി വെക്കുന്നു. മിനിമം ലെവൽ എഴുതി വെക്കുന്നു. റീഓർഡർ ലെവൽ എഴുതി വെക്കുന്നു. റീഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് എഴുതി വെക്കുന്നു. ഇതൊരു ഫോർമാറ്റാണ്, നമ്മൾ എഴുതുന്നില്ല. ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ മെറ്റീരിയൽ, ആ മെറ്റീരിയലിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ആ മെറ്റീരിയലിൻ്റെ പേരിവിടെ എഴുതുന്നു. ഡേറ്റ് ഓർഡറിലാണ്, ഇത് എഴുതുന്ന ഡേറ്റിൻ്റെ ഓർഡറിലാണ്. റെസീപ്റ്റ് എന്നുള്ളത്, ദെൻ ഇഷ്യൂ എന്നുള്ളത്, ദെൻ ബാലൻസ് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മളെന്ത് ചെയ്യും, ക്വാണ്ടിറ്റേറ്റീവ് റെക്കോർഡാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. GRN നമ്പർ അതിനകത്ത് ഉണ്ടാവും. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പറാണ് GRN. ഒന്ന് നോട്ട് ചെയ്യുക, ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പറാണ് GRN എന്നുള്ളത്. സ്റ്റോഴ്സ് ലെഡ്ജർ പറയുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു എക്സ്പാൻഷൻ എന്നുള്ളത്. ഇനി ക്വാണ്ടിറ്റിയും അവിടെ എഴുതുന്നു. പിന്നെ MRN നമ്പർ എന്ന് പറഞ്ഞാൽ MRN നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ റിട്ടേൺഡ് നോട്ട് നമ്പറാണ് MRN നമ്പർ എന്നുള്ളത്. മെറ്റീരിയൽ റിട്ടേൺഡ് നോട്ട് നമ്പറാണ് MRN നമ്പർ എന്നുള്ള. ഇതിന് ക്വാണ്ടിറ്റി എഴുതുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ബാലൻസ് എത്രയാണുള്ളതെന്ന് വെച്ചാൽ ബാലൻസ് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിമാർക്സ് കോളത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതി വെക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിൻ കാർഡിനകത്ത് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിനകത്തേക്കൊരു ഫോർമാറ്റ് പോലെ എഴുതിയെന്നുള്ളത്. അപ്പോൾ ഇത് ആരുടെ ഡ്യൂട്ടിയാണ്? സ്റ്റോർ കീപ്പറാണ് ബിൻ കാർഡ് എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ സ്റ്റോഴ്സ് മെറ്റീരിയൽ കൺട്രോൾ റെക്കോർഡ് ഒന്നുകൂടി ഉണ്ട് സ്റ്റോർ കീപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് എന്താണ്, ലൂസ് ലീഫ് ഫോമിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യും. ബിൻ കാർഡ് പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വേറൊരു റെക്കോർഡാണ്. അതെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സ്റ്റോഴ്സ് മെറ്റീരിയൽ കൺട്രോൾ റെക്കോർഡ് എന്നുള്ളത് അതും സ്റ്റോർ കീപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതാണ്. ഓക്കെ, സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിൻ കാർഡ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. എന്താണ് ബിൻ കാർഡ് എന്നുള്ളത്? സ്റ്റോഴ്സ് ലെഡ്ജർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നിന്ന് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറിയും പ്രോബ്ലവും ഒക്കെ നമ്മൾ ക്ലാസ്സുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നീട് +1 ഒക്കെ ക്ലാസ് അടുത്ത് തന്നെ അതിൻ്റെ +2 കൊമേഴ്സ് റിലേറ്റഡ് അക്കൗണ്ട്സിൻ്റെ ക്ലാസ്സുകൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. നിങ്ങൾക്ക് മാക്സിമം ക്ലാസ്സുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു.